വിറ്റാമിൻ സി സെറത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻസ് മാറ്റുക, സ്കിന്നിന് ചെറിയൊരു ബ്രൈറ്റ്നസ് തരിക എന്നുള്ളതാണ്. അതേ യൂസിലാണ് നമ്മൾ ലെമൺ ജ്യൂസ് മൊത്തം അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെയിൻ ഡിഫറൻസ് ഇത് രണ്ടിൻ്റെയും പി എച്ച് ബാലൻസ് ആണ്. നമ്മുടെ സ്കിന്നിന് ഒരു ബേസിക് പി എച്ച് ഉണ്ട്. അതിനടുത്ത് നിൽക്കുന്ന എപ്പോഴും വിറ്റാമിൻ സി ആണ്. നമുക്കറിയാം നാരങ്ങ കുറച്ച് അസിഡിക് നേച്ചറിലുള്ളതാണ്. ഇത് നമ്മുടെ സ്കിൻ ബേൺ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതുവരെ നാരങ്ങ ഇട്ടിട്ട് ബേൺ ആയില്ലെങ്കിൽ നിങ്ങൾ ഡൈല്യൂട്ട്, അതായത് വെള്ളത്തിലൊക്കെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഇടുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ വിറ്റാമിൻ സിയുടെ എമൗണ്ട് മുഖത്ത് കിട്ടാനും പോകില്ല. രണ്ട്, നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ച്, ഒരു ആക്റ്റീവ് കാരണം വരണമെങ്കിൽ, അതായത് വിറ്റാമിൻ സി പോലെ അല്ലെങ്കിൽ വിറ്റാമിൻ സി അല്ല അസ്കോർബിക് ആസിഡ് ഇതുപോലെ വരണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വിറ്റാമിൻ സി വേണം. മിനിമം 5-10% എങ്കിലും വിറ്റാമിൻ സിയുടെ കോൺസെൻട്രേഷൻ വേണം. ഒരിക്കലും നമ്മൾ ലെമൺ ജ്യൂസിൽ അത്രയും കോൺസെൻട്രേഷൻ അസ്കോർബിക് ആസിഡ് ഉണ്ടാവാറില്ല. അടുത്തത്, ഇത് എന്നും നമുക്ക് ഡെയിലി വിറ്റാമിൻ സി മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. പക്ഷേ ലെമൺ ജ്യൂസ് നമുക്ക് ഡെയിലി ഫേസിലിടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പെട്ടെന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആവും, സ്കിൻ ഡ്രൈ ആവും, സ്കിൻ പെട്ടെന്ന് ആസിഡിക് ബേൺസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് സ്കിൻ കെയറിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡോട്ട് കമന്റ് ബോക്സിലേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.